ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാലേഖനം 8 അധ്യായം 26 വാക്യം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവല്ല, പരിശുദ്ധ ആത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബലഹീനതയിൽ, അതായത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു പക്ഷേ പലതരത്തിലുള്ള വിഷമങ്ങൾ കാരണം, അല്ലെങ്കിൽ സങ്കടങ്ങൾ കാരണം, അസ്വസ്ഥതകൾ കാരണം, ഉറക്കം വരുന്നത് കാരണം, അല്ലെങ്കിൽ ജഡികമായ ചില ചിന്തകൾ കാരണം, പാപത്തോടുള്ള താല്പര്യം കാരണം, അങ്ങനെ പലതരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ കുറവ് കാരണം പലർക്കും പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാതെ പോവാറുണ്ട്. ഇപ്പോൾ അതായത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ, ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിനി വീണ്ടും പ്രാർത്ഥിക്കണേ, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കാരണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റാതെ പോവാം. അപ്പോൾ ഇവിടെ വചനം പറയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പൗലോസ്ലീഹ തന്നെ മറ്റ് ലേഖനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പൗലോസ്ലീഹ ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ ആ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിച്ച് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിഞ്ഞുകൂടാ. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മുടെ ആത്മാവ്, ശരീരം, മനസ്സെല്ലാം പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവാണെന്ന് വിചാരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ മാമോദീസയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയുടെ സമയങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വിശ്വസിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുക്കൽ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ അടുത്തുള്ള തൃശ്ശൂരുള്ള ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ സമയത്ത് വലിയൊരു ദാമ്പത്തികമായൊരു പ്രശ്നത്തിലേക്ക് പോയി. ഭർത്താവായിട്ട് ഒരു കൊല്ലത്തോളം വേർപിരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പക്ഷേ നല്ലൊരു വിശ്വാസമുള്ള ഒരു ചേച്ചിയായിരുന്നു. ആ കുടുംബത്തിലെല്ലാവരും അങ്ങനെയല്ലെങ്കിലും ഈ ചേച്ചിക്ക് നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ വലിയൊരു എന്താ പറയുക, ഒരു സ്ഥാനം ഈ ചേച്ചിയുടെ ജീവിതത്തിൽ കൊടുത്തിരുന്നു. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ ചൊല്ലിയിരുന്ന പ്രാർത്ഥനകളുണ്ട്. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ബൈബിള് മുടങ്ങാതെ വായിക്കും. അങ്ങനെ പലതരത്തിൽ ഈ ചേച്ചി വിശ്വാസം കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നപ്പോൾ ചേച്ചിക്ക് അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ ചേച്ചി ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ചില പ്രാർത്ഥനകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതുപോലും, അല്ലെങ്കിൽ ആ ചേച്ചി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ പോലും ചേച്ചിക്ക് ചെല്ലാൻ പറ്റാതെ അനേകം നാൾ കടന്നുപോയി. പക്ഷേ ഈ ചേച്ചി പറയുകയാണ്, ഒരു വർഷത്തിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കുള്ള പ്രശ്നം. ഇപ്പോൾ ഈ പ്രശ്നവും ഞാൻ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി എന്നിട്ട് ഒരു വർഷത്തിന് ശേഷം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വലിയൊരു അത്ഭുതകരമായ ഇടപെടൽ അവിടെ കർത്താവിൻ്റെ നടന്നു. എന്നിട്ട് ഒരുമിച്ചായതിനു ശേഷം ഇപ്പോൾ കുറച്ചധികം മാസങ്ങളായി ഞാൻ റീസെൻ്റ്ലി വെക്കേഷന് പോയ സമയത്ത്, വീട്ടിൽ പോയ സമയത്ത് ചേച്ചി എങ്ങനെ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അത്ഭുതകരമായ ജോലി മേഖലയിലാണെങ്കിലും ദാമ്പത്യ മേഖലയിലാണെങ്കിലും എല്ലാം വളരെ ശക്തമായ ഈശോയുടെ ഇടപെടലുകൾ ഉണ്ട്. വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ചേച്ചി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. തീർച്ചയായിട്ടും ഈശോ ഇടപെട്ടതാണ്. അപ്പോൾ ചേച്ചി പറയാണ്, പല ദിവസങ്ങളിലും എനിക്ക് പ്രാർത്ഥിക്കാം, അതായത് ചേച്ചി പ്രാർത്ഥന മുടക്കാറില്ല. പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളും 99% ചേച്ചിക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. ഇനി ചേച്ചി ജോലിക്കൊക്കെ പോകുന്ന കാരണം കൂടുതൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ റൂമിലോ മറ്റ് പല സ്ഥലത്ത് ചേച്ചിക്ക് പറ്റാവുന്ന സ്ഥലത്ത് ഇരുന്ന് ചേച്ചി പ്രാർത്ഥിക്കും. അതിൽ 99% ചേച്ചി പ്രാർത്ഥിക്കാറില്ല, വെറുതെ ഇരിക്കും, ചുമ്മാ ഇരിക്കും ഇങ്ങനെ. അപ്പോൾ എന്താ പ്രാർത്ഥിക്കാൻ ചോദിച്ചാൽ അറിയില്ല. പക്ഷേ കർത്താവ് ഉണ്ട് എന്നുള്ളത് അറിയാം, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും, 15 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിരിക്കാം. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിരിക്കുക എന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന് തിരിച്ച് പോരുമ്പോഴെല്ലാം ചേച്ചി പറയാറുണ്ട്, വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നതായിട്ട് ആ സമയത്ത് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. മാത്രമല്ല, എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അത് നടന്നു കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് അനേക നാളത്തെ പ്രാർത്ഥനയ്ക്കും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചതിനും കൂടി ഫലമായിട്ട് കർത്താവ് വലിയൊരു അത്ഭുതം ചേച്ചിയുടെ ജീവിതത്തിൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം ആ ചേച്ചിക്ക് ശരിക്കും അറിയില്ല, ഈ റോമ 8:26 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നുള്ളത് ചേച്ചിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ചേച്ചിയെ അറിയാതെ പോലും ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് വ്യാപരിച്ചപ്പോൾ, ആ കാര്യം ചെയ്തപ്പോൾ ആ വചനത്തിലൂടെ ഈശോ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അവിടെ നിറവേറി. ആത്മാവ് അവിടെ പ്രാർത്ഥിച്ചു, ഈശോ ഇടപെട്ടു, ആ പ്രാർത്ഥന അവിടെ കേട്ടു, അത് നടക്കുകയും ചെയ്തു.
അപ്പോൾ ഇനി നിങ്ങൾ ഈ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ വചനത്തിനെ പറ്റി മുമ്പ് അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിയുന്നവരായിരിക്കാം. പക്ഷേ ഈ വചനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി ഒഴികഴിവില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു വചനമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പതുക്കെ വെച്ച് തോറ്റ് പിൻവാങ്ങരുത്. ഈ വചനത്തിൽ പറയുന്നു ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. റോമ 8:26. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വചനം അറിയാവുന്ന എൻ്റെ ജീവിതത്തിലെ സംഭവിച്ചൊരു ഉദാഹരണം ഞാൻ ജസ്റ്റ് റീസെൻ്റ്ലി ഇതുപോലെ തന്നെ ഉണ്ടായ ഒരു കാര്യം പറയാം. അതായത് ഞാനൊരു പ്രത്യേക കാര്യത്തിനായിട്ട് അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതലായിട്ട് എൻ്റെ വിശ്വാസം കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ വിശ്വാസം ഇത് സംഭവിക്കുന്നത് പോലും വർദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് വല്ലാത്തൊരു ദുഃഖവും അതുപോലെ തന്നെ വേദനയെല്ലാം വന്നു. പക്ഷേ മുമ്പ് ചെയ്ത പല കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളുണ്ട്, അതൊന്നും ആ സമയത്ത് പ്രത്യേകം ഓർക്കുന്നില്ല. എന്താ ചെയ്യുക, മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ. അപ്പോൾ ഞാൻ പക്ഷേ ശക്തമായിട്ട് എനിക്ക് അപ്പോൾ അന്ന് പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് കൂടണ സമയത്ത് കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല ഇൻറ്റൻഷൻസ് ഉണ്ട് പ്രാർത്ഥിക്കാൻ. പക്ഷേ ഈ ഒരു കാര്യം നടക്കാത്തത് കാരണം എനിക്ക് വല്ലാത്തൊരു വിഷമം, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഈശോയോട് പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇപ്പോൾ കുർബാന കൂടുകയാണ്, എനിക്കറിയില്ല കർത്താവേ. അപ്പോൾ പെട്ടെന്ന് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോ, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്പോട്ടിൽ ഈ വചനം ഇങ്ങനെ പ്രത്യേകം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ ചേച്ചിയുടെ ഇൻസിഡൻറ്റും കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ വചനം അറിയാവുന്ന ഞാൻ അത് മര്യാദയ്ക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വചനം ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. ഈശോയെ റോമ 8:26 വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഈശോയെ അങ്ങേക്ക് അറിയാലോ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണേ, എനിക്ക് വേണ്ടുന്നത് എന്താണെങ്കിൽ അവിടുന്ന് അത് തരണേന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അന്ന് എന്നെ കുർബാന കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അതൊരു വെക്കേഷൻ പീരീഡിലായിരുന്നു, ഈ കഴിഞ്ഞ വെക്കേഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് ഓർക്കാനും കാരണം പ്രത്യേകം ചേച്ചിയൊരു സംഭവം. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് സ്പോട്ടിൽ ആ കാര്യം ഞാൻ നടന്നില്ല എന്നായിരുന്നു എല്ലാ തരത്തിലും വിചാരിച്ചിരുന്നത്. പക്ഷേ ഈശോ അത് ഞാൻ പോലും അറിയാതെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പള്ളിയിൽ പോയി വന്ന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് വഴി ഈശോ ഒരു അടയാളം വഴിയാണ് അത് പറഞ്ഞു തന്നത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു അടയാളം വഴി ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് സ്പോട്ടിൽ ഈശോ അത് വെളിപ്പെടുത്തി തന്നു. അതെന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് പലതരത്തിലുള്ള എന്താ പറയുക, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്നെ തനിച്ചെപ്പോഴേലും കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈശോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വചനം ഇനി അറിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ ഈ വചനം തന്നെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക ആണിച്ചു കഴിഞ്ഞാൽ നല്ലത്. ഒരു പക്ഷേ വചനം ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈശോയെ ഇങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, അപ്പോൾ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ഇരുന്നാൽ മതി. ഇനി അങ്ങനെ വെറുതെ ഇരുന്ന് ഉറങ്ങിപ്പോയാലും ഈശോ അവിടെ കാണുന്നുണ്ട്, ഉറങ്ങാൻ വേണ്ടി പറയണതല്ല എങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ വചനം എന്താ പറയുക, ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബലഹീനതമായ നിമിഷങ്ങളിൽ, പാപകരമായ നിമിഷങ്ങളെല്ലാം പെട്ടുപോകുമ്പോൾ ഈശോ അതെല്ലാം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഈശോ അവിടെ സഹായിക്കും. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇനിയൊരു ഞാനടക്കം ഒരു 9 ബ്രദേഴ്സിന് വേണ്ടി നിങ്ങളിനി ഒരു കൊല്ലത്തേക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ പലതരത്തിലുള്ള ബലഹീനമായ അവസ്ഥകൾ വന്നു പോവാം. അവിടെയും പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടലുകളെല്ലാം ഉണ്ടാവാനും പ്രത്യേകിച്ച് ഫോർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷത്തേക്ക്. ഇപ്പോൾ ഇത് മിക്കവാറും ഒരു ജനുവരി 2025 ആണല്ലോ ഈ മാസം. അപ്പോൾ നിങ്ങൾ ഇന്ന് ഏതാ ഡേറ്റ് എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് മുതൽ അടുത്ത കൊല്ലം 2026 ജനുവരി ഈ ഡേറ്റ് വരെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഈ ബാച്ചിലേക്ക് 9 പേരിലേക്ക് ഈശോ ചൊരിയുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാം ഓഹരി നിങ്ങളിലേക്കും വന്ന് പതിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത്. ഇനി ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകം ഒന്നും പറയില്ല, ഞാൻ ചോദിക്കാനൊന്നും വരില്ല. പക്ഷേ നിങ്ങളത് മറന്നു പോകാതെ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ എല്ലാ ദിവസവും ഒരു നന്മ ശല്യോ അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്ത ചൊല്ലിയോ കുരിശിൻ്റെ എഴുതി ചൊല്ലി പ്രാർത്ഥിക്കാൻ തോന്നുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാനടക്കം ഒരു 9 ബ്രദേഴ്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും അവിടെ വലിയൊരു അനുഗ്രഹം ഞങ്ങളിലേക്കും അതോടൊപ്പം നിങ്ങളിലേക്കും ആ വരുന്ന അനുഗ്രഹങ്ങളിലെല്ലാം ഈശോ ഒരു പങ്ക് ഉറപ്പായിട്ടും ചൊരിയും. മാത്രമല്ല അതിനിപ്പോൾ എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം, അത് ഒരു പക്ഷേ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് നല്ലത്. മാത്രമല്ല അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ അതെന്താണെന്ന് കാണിച്ചു തരും. ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട്, പ്രത്യേകിച്ച് റോമ 8:26 വചനം ഓർത്തുകൊണ്ട്, വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വേർന്നുകൊണ്ടല്ല, നിങ്ങൾ ആത്മാവിൽ
നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയണം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പ്രകാരമാണ് ഇസ്രായേൽ ജനം, അതായത് മോശയും അതുപോലെ തന്നെ മോശയെല്ലാം വിളിക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ജനം അടിമത്തത്തിൽ ഈജിപ്തിൽ കഴിയുന്ന സമയമാണ്. ജോസഫെല്ലാം മരിച്ചു, ഒരുപാട് തലമുറകൾ കടന്നുപോയി. പക്ഷേ പീഡിപ്പിക്കും തോറും അവരുടെ സംഖ്യ വർദ്ധിച്ചു എന്നതെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ജനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വഴി നടത്തിയ ആ ദൈവമായ കർത്താവിനെ, ഇപ്പോൾ ഈ ജോസഫിനെയും അതുപോലെ തന്നെ ഇസഹാക്കിനെയും അബ്രഹാത്തിനെയും എല്ലാം നയിച്ച ആ ദൈവത്തെ കുറിച്ച് പൂർണ്ണമായ അറിവില്ലാത്തവരാണ്. അവർ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൽ ഈ പുറപ്പാട് 3:23 എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ അവർ നെടുവീർപ്പിട്ടുകൊണ്ട് എന്താ പറയുക, നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങി. അത്രമാത്രം എഴുതിയിട്ടുള്ളൂ. അവർ പ്രാർത്ഥിച്ചു എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്നോ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രത്യാശ വെച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വിശുദ്ധ ജനമായിരുന്നു, ഈശോയോട് ചേർന്ന് പോകുന്നവരായിരുന്നു. ഒരു പക്ഷേ അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ലായിരുന്നു. പക്ഷേ അവർ നെടുവീർപ്പിട്ടുകൊണ്ട് നിലവിളിച്ചു. തുടർന്ന് പറയാണ് അവരുടെ ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. അവർ പ്രാർത്ഥിച്ചിട്ടാണോ? അല്ല, പക്ഷെ അവർ അതിനായിട്ട് പരിശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ ദൈവത്തെ പൂർണ്ണമായി അറിയില്ല, വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും അവർ ആ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ, പൂർവികരുടെ ആ പാതയിലൂടെ, വചനത്തിൻ്റെ പാതയിലൂടെ അവർ ചരിച്ചതുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരത്തിൽ പോലും അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബലഹീനതയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക മാത്രം ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല. അവിടെ ഈശോ ഇടപെടും. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ.